ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടപ്രഥമൻ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം സാധാരണ ഒരു കട്ടിയുള്ള പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 250 ഗ്രാം അടപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു സൈസ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് ചിരകുന്നതിന് പകരം ഞാൻ മിക്സിയിലിട്ടിട്ടായിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് വരുന്നുള്ളത്. പൊടിച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വന്നതിലേക്ക് ആ അടപ്പായസത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ആ അട ഇട്ട് കൊടുക്കുക. അട ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 ഇളക്കിയിട്ട് അതങ്ങനെ അടച്ചു വെക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ട് അരമണിക്കൂറോളം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിനുള്ള ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു പാത്രത്തിൽ 1 കിലോ ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ച് അതിൻ്റെ ഇടയിൽ നമുക്ക് 1-ാം പാലും 2-ാം പാലും എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അത് അരച്ച് 1-ാം പാലും 2-ാം പാലും ചെറിയ പച്ചപാത്രത്തിൽ കാണുന്നത് 1-ാം പാലും കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ആക്കിയത് വെള്ളപ്പാത്രത്തിലത്തത് 2-ാം പാലും. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മൾ അട വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ശർക്കരയും കൂടി പാനിയാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അതും കൂടിയായി ശർക്കരൻ്റെ അതിലുള്ള അഴുക്കുണ്ടാവും. എപ്പോഴും അരിച്ചിട്ട് തന്നെ എടുക്കണം. ശർക്കര എടുക്കുമ്പോൾ എത്ര നല്ല ശർക്കര എന്ന് പറഞ്ഞാൽ അതിൽ അഴുക്കുണ്ടാവും, അരിച്ച് തന്നെ എടുക്കണം. അതേപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായ നെയ്യ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ചെറുതായി കുത്തിവെച്ച തേങ്ങ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അതും മാറ്റി വെച്ചതിന് ശേഷം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയ പാനി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന അടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ടിയുള്ള പാത്രമാണെങ്കിലും അട പെട്ടെന്ന് അടി പിടിക്കും. അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ഞാൻ ചവ്വരി ഉണ്ടല്ലോ അതും 1 മണിക്കൂറോളം അല്ലാണ്ട് തിളപ്പിച്ചൊന്നും എടുത്തല്ല 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അടി പിടിക്കുകയേ ചെയ്യലും, പെട്ടെന്ന് അടി പിടിക്കും. അടി പിടിക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് 2-ാം പാലും കൂടെ ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് മിക്സായി എല്ലാം നല്ലോണം കുറച്ച് കുറുകി വരും. കുറച്ച് വെള്ളം പോലെയല്ലേ ഉള്ളത്. അപ്പോൾ അത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടി പാകത്തിന് അതൊന്ന് അടച്ചു വെക്കുക. അതിൻ്റെ ഒപ്പം 2-3 ഏലക്ക കുത്തി പൊടിച്ചതാണ്, ചതച്ച് പൊടിച്ചെടുത്തതാണ്, അല്ലാണ്ടല്ല. അപ്പോൾ കുറച്ചും കൂടി മണം കിട്ടും. അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. വേവിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലോണം കുറുകി നേരത്തെ ആ വെള്ളം പോലത്തെയൊക്കെ വറ്റി കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അടി പിടിക്കാണ്ട് തന്നെ ഇളക്കിയെടുക്കണം. അടി പിടിച്ചാൽ പിന്നെ പായസത്തിൻ്റെ ആ രുചിയൊക്കെ അങ്ങ് പോവും. പിന്നെ അതിലേക്ക് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തീ നല്ലോണം സ്ലോ ആക്കിയിട്ടിടണം. എന്നിട്ട് അതിലേക്ക് ഈ പാല് ഇങ്ങനെ 1-ാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. ഒന്ന് ചെറിയ സിമ്മിലല്ലേ തീയുള്ളത്. എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും തിളയ്ക്കാണ്ട് നമ്മൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കുമ്പം അത് പെട്ടെന്ന് തിളച്ചോയില്ല. തീയും കുറച്ചല്ലേ ഉള്ളത്. അപ്പോഴും നല്ലോണം തിളയ്ക്കാണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പിന്നെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതെല്ലാം കൂടിയിട്ട് എന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പായസം എല്ലാം മിക്സായി വെച്ചിട്ടുണ്ട്. തീ ചെറിയ തീയിലാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ആ മിക്സ് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെന്ന് വെച്ചാൽ എല്ലാം കൂടി ആ നെയ്യ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടി എത്തി നല്ലോണം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പിഞ്ചൊരു ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ വീഡിയോയിൽ വന്നില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ആ പായസത്തിൻ്റെ മധുരം നല്ല ബാലൻസ് ചെയ്യും, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അതിലേക്ക് വീണ്ടും ഞാനൊരു 2 ടീസ്പൂണ് നെയ്യ് പിന്നെ ഒഴിച്ചു കൊടുത്ത്, വറുത്ത നെയ്യ് അല്ലാതെ ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്ത്. നെയ്യ് കുറച്ച് കൂടും തോറും നമ്മളെ പായസത്തിൻ്റെ ടേസ്റ്റും കൂടെ കൂടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.